ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു പാക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളടുന്ന് ബൾക്ക് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് അതിപ്പോൾ 2500 3000 രൂപയ്ക്ക് 5000-നൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത്താ നിങ്ങളിത് എങ്ങനെ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നതെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ പാക്കിംഗ് വീഡിയോസൊക്കെ കൊടുക്കലുണ്ട്, പക്ഷേ നമുക്ക് തിരക്ക് കാരണം നമ്മൾ ചിലപ്പോൾ ഈ പാക്ക് ചെയ്യുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലെ മൂന്നാല് ഈ ഒരു കസ്റ്റമർ എടുത്തിട്ടുള്ളത് ബൾക്ക് ഓർഡർ അല്ല കേട്ടോ. അത് കസ്റ്റമർ എടുത്തിട്ടുള്ളൊരു 3 അതായത് 2 നെക്ലേസും ഒരു ബ്രേസ്ലെറ്റും ഒരു ബാങ്കിളാണ് കേട്ടോ. ഈ ഒരു ബാങ്കിൾ ആൻറ്റി ടർണിഷിൽ വന്നിട്ടുള്ള നല്ലൊരു ബാങ്കിളാണ് കേട്ടോ. 2.6 സൈസ് വന്നിട്ടുള്ള ക്ലിപ്പ് ബാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഒരു ബ്രേസ്ലെറ്റ് മാത്രം അല്ലെങ്കിൽ ഒരു മാല മാത്രമൊക്കെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ബബിൾ റാപ്പിൽ ചുറ്റിയിട്ട് നമ്മൾ സാധാരണ നല്ലോണം കവർ ചെയ്തിട്ട് പാക്കിംഗ് കവറിലാണ് അയക്കുക കേട്ടോ. ഇപ്പോൾ ബാംഗിൾസ് ഉണ്ടാകുമ്പം ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബോക്സിലാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പിന്നെ വേറെയുള്ള സംശയം എന്താ വെച്ചാൽ, അപ്പോൾ ഈ ബോക്സിൻ്റെ ചാർജൊക്കെ നമ്മൾ എടുക്കേണ്ട ബോക്സൊക്കെ കുറച്ച് റേറ്റ് കൂടുതൽ. ശരിയാണ്, ബോക്സിന് റേറ്റ് ഉണ്ട് 20. ആ ഒരു ഓരോ വലുപ്പത്തിനും സൈസിനനുസരിച്ചും ബോക്സിന് റേറ്റ് ഡിഫറൻസ് വരും കേട്ടോ. അപ്പം അതുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ 1-2 കസ്റ്റമേഴ്സെങ്കിലും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളത് എന്താ ഷിപ്പിംഗ് ചാർജ് 60, എല്ലാവർക്കും 50 ഉള്ളൂ, 40 ഉള്ളൂ, 60 എന്താണല്ലോ. ഇതാണ് മെയിനായിട്ടുള്ള കാരണം കേട്ടോ. കാരണം ചില ആളുകൾക്ക് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബോക്സിലായിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ സാധാരണ നോർമൽ കവറിലായിട്ടായിരിക്കും. അപ്പോൾ ഈ ബബിൾ റാപ്പിലാണെങ്കിലും നമ്മൾ പാക്കിംഗ് കവറിനാണെങ്കിലും ബോക്സിനാണെങ്കിലൊക്കെ ചാർജ് വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതും അത്രയും റേറ്റ് കുറച്ചിട്ടാണ്. പ്രീമിയം ക്വാളിറ്റി ടൈപ്പുകളൊക്കെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. എല്ലാ സൈറ്റിലും നിങ്ങൾ നോക്കിയാൽ അതിനെക്കാട്ടിൽ എത്രയോ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിപ്പം എന്താ പറയുക, ഷിപ്പിംഗ് ചാർജ് 50 വാങ്ങാം. പക്ഷേ എനിക്കപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോഡക്ട്സിൻ്റെ റേറ്റ് കൂട്ടേണ്ടി വരും. കാരണം 200 രൂപയ്ക്ക് വിൽക്കുന്ന പ്രോഡക്ട്സ് എനിക്ക് 220 210 ആ റേഞ്ചിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. കാരണം ഒരു പീസ് കസ്റ്റമേഴ്സ് നമ്മളടുത്ത് ചിലപ്പോൾ ഒരു കസ്റ്റമേഴ്സ് അവർക്ക് വളയും മാലും മോതിരം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുതലാവുമല്ലോ. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊടുത്തയക്കൽ. ഇങ്ങനത്തെ ബോക്സ് ഉണ്ട്, അല്ലാതെ നമുക്ക് മറ്റേ ടൈപ്പിൽ ബോക്സ് ഇല്ല. അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതനുസരിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ പല സൈസിൽ ബോക്സിൽ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. എനിക്ക് ആവശ്യത്തിനുള്ള എനിക്ക് പാക്ക് ചെയ്ത് അയക്കാനുള്ള മാത്രം ഞാൻ എടുത്ത് വെക്കലുള്ളൂ കേട്ടോ. കൂടുതൽ നമ്മൾ സ്റ്റോക്ക് എടുത്ത് വയ്ക്കാറില്ല. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് ഞാനിതുപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എഴുതാനും ടൈമില്ലാത്തതുകൊണ്ടൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി ചെയ്യുമല്ലോ. പിന്നെ 2 അഡ്രസ്സും എഴുതി വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നത് കേട്ടോ. ബോക്സിൽ അല്ലെങ്കിൽ പാക്കിംഗ് മറ്റേ കവറിൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.